ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിലെ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ കോൾമാൻ സൈക്കിളിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ അതിൻ്റെ പ്രത്യേകതകളുമാണ്. ആ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ഐസോട്രോപിക് കംപ്രഷൻ, സെക്കൻഡ് വൺ ഈസ് ഐസോതെർമൽ കംപ്രഷൻ, തേർഡ് വൺ ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആൻഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ. നമ്മൾ അവിടെ പറഞ്ഞതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്ററുകൾ പ്രാക്ടിക്കബിളി പോസിബിൾ അല്ല. കാരണം ഒരേ സൈക്കിളിൽ തന്നെ ഐസോട്രോപിക് കംപ്രഷനും ഐസോതെർമൽ കംപ്രഷനും നടക്കണം. അതായത് ഐസോട്രോപിക് കംപ്രഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പിസ്റ്റൺ വെരി ഹൈ സ്പീഡിൽ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അതേ സമയത്ത് ഒരു ഐസോതെർമൽ കംപ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ വളരെ ചെറിയ സ്പീഡിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു സൈക്കിളിൽ തന്നെ 2 വ്യത്യസ്ത സ്പീഡുകളിൽ പിസ്റ്റൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്, അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ. പ്രാക്ടിക്കബിളി പോസിബിൾ ആകാത്ത ഒരു സൈക്കിളാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഫോർ കമ്പാരിസൺ പർപ്പസ് വി യൂസ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഉപയോഗിക്കാം. അതുപോലെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പ്രവർത്തിക്കുന്ന റെഫ്രിജറേറ്ററുകളുടെ COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് വളരെ കൂടുതലും ആയിരിക്കും. അതിന്റെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്താണ്. COP ഓഫ് എ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈസ് T1 by T2 minus T1 where T2 is greater than T2. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സൈക്കിളാണ് റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ കോൾമാൻ സൈക്കിൾ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ? വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് പ്രസന്റ് ഇൻ ദ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ ഓർ ബെൽ കോൾമാൻ സൈക്കിൾ? ഫസ്റ്റ് വൺ ഈസ് എ കംപ്രസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്രസർ ആവശ്യമാണ്. ആൻഡ് സെക്കൻഡ് വൺ എ കൂളർ ഈസ് ദെയർ. അപ്പോൾ കംപ്രസറിനോടൊപ്പം തന്നെ ഇതുണ്ട്, കൂളർ ഉണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് എക്സ്പാൻഡർ ആൻഡ് ദ ഫോർത്ത് ഡിവൈസ് ഈസ് റെഫ്രിജറേറ്റർ. അപ്പം 4 പ്രധാനപ്പെട്ട കമ്പോണൻസുകളാണ് റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ കോൾമാൻ സൈക്കിളിൽ ഉള്ളത്. ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത് കംപ്രസർ, സെക്കൻഡ് വൺ ഈസ് കൂളർ ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സ്പാൻഡർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റെഫ്രിജറേറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോസസ്, the process 1 to 2 is called isentropic compression. അപ്പോൾ ആദ്യത്തെ പ്രോസസ് ആണ് എന്ത്? ഐസെൻട്രോപിക് കംപ്രഷൻ. നമുക്കറിയാം എയർ ആണ് ഇവിടെ നമ്മൾ എന്താണ് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹിയർ ദ റെഫ്രിജറന്റ് യൂസ്ഡ് ഈസ് എയർ. സോ ദ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ എയർ enters into the compressor. കംപ്രസറിനകത്തേക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ എയർ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. What happens inside the compressor? കംപ്രസറിനകത്ത് എന്താ ഉണ്ടാകും? നമുക്കറിയാം compressor is a pressure boosting device. So the pressure increases from P1 to P2. അതിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും P1 to P2. At the same time the temperature increases from T1 to T2 and the volume decreases from P1 to P2. So first process is isentropic compression. The entropy remains constant. The air is isentropically compressed to high pressure and high temperature. നമുക്കതൊന്ന് PV ഡയഗ്രത്തിലും PS ഡയഗ്രത്തിലും മാർക്ക് ചെയ്യാം. So initial point is taken as 1 on PV and PS diagram. First process is isentropic compression. So the entropy remains constant. Draw a vertical line representing the constant entropy 1 to 2. The pressure increases from P1 to P2. നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. So pressure increases from P1 to P2. So in the first process is isentropic compression. Here the pressure increases from P1 to P2 and the temperature increases from T1 to T2. The volume decreases from V1 to V2 and the entropy remains constant. ഇവിടെ ആരാ വർക്ക് ചെയ്യുന്നത്? വർക്ക് ഈസ് ഡൺ ബൈ ദ കംപ്രസർ. കംപ്രസർ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കംപ്രസറിന്റെ വർക്ക് ഡൺ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു MCP into T2 minus T1. So the compressor work done is MCP into T2 minus T1. അത് കഴിഞ്ഞു. Then high pressure high temperature air is now passed through a cooler. എന്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു? ഒരു കൂളറിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം കൂളർ ഒരു കണ്ടൻസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ കൂളറിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വാട്ടർ സപ്ലൈ കൊടുത്തിരിക്കുന്നു. കൂൾ വാട്ടർ ഈസ് സപ്ലൈഡ് ടു ദ കൂളർ അല്ലെ. ആ കൂളറിൽ എന്താ നടക്കും? The rejection of heat. So the heat will be rejected to the surroundings. Surroundingsലേക്ക് എന്ത് നടക്കും? ഒരു ഹീറ്റ് റിജക്ഷൻ നടക്കും കൂളറിൽ. സോ എന്ത് സംഭവിക്കുന്നു?
without any change in its pressure. Pressure മാറ്റമില്ലാതെ the temperature will decrease. Temperature എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ് ആണ്. So the temperature pressure will be constant. That process is 2 to 3 is called constant pressure heat rejection. So constant pressure heat rejection take place from process 2 to 3. അല്ലേ? അവിടെ ടെമ്പറേച്ചർ എന്താണ്? മാറുമല്ലോ. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇതൊരു ഫേസ് ചേഞ്ച് അല്ല. അപ്പോൾ ടെമ്പറേച്ചർ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. The temperature decreases to T3. Temperature decreases from T2 to T3. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? T2 ൽ നിന്ന് T3 ആയി മാറുന്നു. The pressure remains constant but the volume decreases from V2 to V3. Then ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? നമ്മൾ പറഞ്ഞ ഒരു കൂളറാണ്. കൂളറിൽ എന്ത് നടക്കും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. സറൗണ്ടിങ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടുന്നു. സോ ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു mCp ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 minus T3. So the heat rejected is equal to mCp into T2 minus T3. Okay, then again this low temperature air is passed through the expander. What is the function of an expander? Pressure reducing devices are the expander. So in the expander the isentropic expansion will take place. So expander നടക്കുന്ന process എന്താണ്? Isentropic expansion. So process 3 to 4 is isentropic expansion. അപ്പോൾ isentropic expansion നടക്കുന്നു process 3 to 4. ആ പേരിൽ തന്നെ അറിയാം, it is an isentropic process, so the entropy remains constant. So 3 to 4 is isentropic expansion. So the pressure decreases from P3 to P4. Pressure എന്ത് ചെയ്യുന്നു? P3 ൽ നിന്ന് P4 ആകുന്നു. Therefore the volume increases from V3 to V4 but the entropy remains constant. Okay, now this low temperature low pressure air is again passed through a refrigerator. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. കംപ്രസറിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ T1 ആണ്. ആ T1ലേക്ക് എനിക്ക് എത്തണം. ഇവിടെ കിട്ടിയ T4 ആരെക്കാൾ താഴെയാണ്? T1നേക്കാൾ താഴെയാണ്. അപ്പൊ ഇവിടേക്ക് എത്തിക്കണമല്ലോ. ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ ഈ എയർ എന്തിനെ അബ്സോർബ് ചെയ്യണം? ഹീറ്റ് വിൽ ബി അബ്സോർബ്ഡ്. അപ്പം റെഫ്രിജറേറ്ററിൽ എന്ത് നടക്കും? ഹീറ്റ് അബ്സോർപ്ഷൻ വിൽ ടേക്ക് പ്ലേസ്. ഇവിടെ വരുന്ന low temperature low pressure air after passing through the refrigerator it will absorb heat from the surroundings. Surroundings in the heat ne endu cheyunu? Absorb cheyunu. So in the case of the fourth process is called constant pressure heat addition. Constant pressure heat endu cheyunu? Add cheyunu. So 4 to 1 that is constant process heat addition. Appo T4 il ninnu evidekku ettunnu? It will again back to T1 temperature. അല്ലേ? T4 എന്ന് പറയുന്നത് T1നേക്കാൾ കുറവാണ്. അത് again എവിടെ തന്നെ എത്തുന്നു? T1ലേക്ക് തന്നെ എത്തുന്നു. അവിടെ 4 to 1 പ്രോസസ് നമുക്ക് പറയാം. That is constant pressure heat addition. അതുപോലെ തന്നെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് വർക്ക് ചെയ്യുന്നത്? എക്സ്പാൻഡർ. സോ W is equal to നമുക്ക് എഴുതാം mCp into T3 minus T4. അതുപോലെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷനിൽ ഹീറ്റ് എന്ത് ചെയ്യപ്പെടുന്നു? അബ്സോർബ് ചെയ്യുന്നു സറൗണ്ടിങ്സിൽ നിന്ന്. എന്തിനു വേണ്ടി? ഈ കംപ്രസറിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറിലേക്ക് എയറിന്റെ ടെമ്പറേച്ചർ ഇൻലെറ്റ് കംപ്രസർ ഇൻലെറ്റിൽ വരുമ്പോൾ T1 ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് നടത്തിയത്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ വിൽ ടേക്ക് പ്ലേസ്. Therefore heat absorption is equal to mCp into T1 minus T4. These are the different relations occurring in the fourth process. That is 1-2 process is isentropic compression. Here the work done by the compressor is mCp into T2 minus T1, and the second process is constant pressure heat rejection. QR is equal to mCp into T2 minus T3, and the third process is isentropic expansion. W is equal to mCp into T3 minus T4, and the fourth process is constant pressure heat addition. So the quantity heat absorbed is mCp into T1 minus T4. Okay, these are the important steps take place in reversed Joule cycle or Bell-Coleman cycle. ഇനി നമുക്ക് പോകേണ്ടത് find out the COP of the reversed Joule cycle or Bell-Coleman cycle. അതിന്റെ COP നമുക്കൊന്ന് കാണാം.
എന്താ COP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം coefficient of performance is equal to the refrigerating effect by work done. The quantity of heat absorbed, that is QA by net work done, is W. അല്ലേ? QA by W. അപ്പൊ ഇവിടെ QA എന്ന് പറയുന്നത് QA by W എന്ന് പറയുന്നത് നെറ്റ് വർക്കാണ്. ഹീറ്റ് റിജക്ട് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം റെഫ്രിജറന്റിൽ എപ്പോഴും ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് കൂടുതലും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് കുറവുമാണ്. സോ W ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? QR മൈനസ് QA. QA യുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണ്? MCP ഇൻറ്റു T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് heat rejected QR നമ്മുടെ കയ്യിലുണ്ട് MCP into T2 minus T3 minus quantity of heat absorbed MCP into T1 minus T4. ഇവിടെ എന്ത് കോമൺ? MCP എല്ലായിടത്തും കോമൺ. സോ യു ക്യാൻ ക്യാൻസൽ ഇറ്റ്. നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? COP is equal to T1 minus T4 by T2 minus T3 minus T1 minus T4. നമ്മുടെ കാർനോട്ട് COP എന്തായിരുന്നു? T1 by T2 minus T1 എന്നുള്ളൂ. രണ്ട് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ 4 ടെമ്പറേച്ചറുകൾ വരുന്നുണ്ട്. സോ the COP of a reversed Joule cycle or Bell-Coleman cycle is T1 minus T4 by T2 minus T3 minus T1 minus T4 if the two process, that is the compression and expansion, are both adiabatic or isentropic. ആ പ്രോസസ്സുകൾ ഐസോട്രോപിക് പ്രോസസ്സുകൾ ആണെങ്കിൽ, അഡിയാബാറ്റിക് പ്രോസസ്സുകൾ ആണെങ്കിൽ, this equation will be used to find out the COP of a reversed Joule cycle or Bell-Coleman cycle. എന്നാൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചോദിക്കാറുണ്ട്. Derive the COP of the Bell-Coleman cycle or reversed Joule cycle in terms of pressure ratio. Pressure ratioയുടെ ടേംസിൽ COP ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ആണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, വിത്ത് നീഡ് സ്കെച്ച് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുന്നു, PV ഡയഗ്രാം വരയ്ക്കുന്നു, TS ഡയഗ്രാം വരയ്ക്കുന്നു, എന്നിട്ട് വർക്കിംഗ് നമ്മുടേതായ രീതിയിൽ നമ്മളൊന്ന് എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? COP ഒന്ന് ഡിറൈവ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് COP ഈസ് ഈക്വൽ ടു T1 മൈനസ് T4 ബൈ T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4. എന്നാൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഡിറൈവ് ദ COP ഓഫ് എ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. പ്രഷർ റേഷ്യോയുടെ ടേംസിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നിന്ന് ഒരു T4 ഞാൻ പുറത്തെടുക്കുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു T4 ഞാൻ വെളിയിലേക്ക് എടുക്കുന്നു. T4 വെളിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തുല്യമാണ്. സോ ഓരോ ടേമിനെയും ഞാൻ T4 ഡിവൈഡ് ചെയ്യുന്നു. T1 by T4 മൈനസ് T4 by T4 is 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഞാൻ T3 പുറത്തെടുക്കുന്നു. സോ T3 ഇനി പുറത്തെടുത്താൽ ബാലൻസ് ഇവിടെ വരും T2 by T3 മൈനസ് T3 by T3 എന്ന് വരും 1. ഓക്കെ, മൈനസ് ഇവിടെ ഒരു T4 ഞാൻ പുറത്തെടുക്കുന്നു. T4 പുറത്തെടുക്കിയാൽ ബാലൻസ് എന്ന് വരും ഇവിടെ T1 by T4 മൈനസ് T4 by T4 is 1. നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മൾ പോകുന്ന സ്റ്റെപ്പ്, ഇതൊരു പ്രഷർ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സുകൾ രണ്ടെണ്ണം ഉണ്ട്. അതായത് ഫസ്റ്റ് 1 to 2 പ്രോസസ്സും 3 to 4 ഐസെൻട്രോപിക് കംപ്രഷനും ഐസെൻട്രോപിക് എക്സ്പാൻഷനും. അപ്പൊ ആദ്യം ഞാൻ പ്രോസസ് 1 to 2 എടുക്കുമ്പോൾ അവിടെ എനിക്ക് ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഐസോട്രോപിക് പ്രോസസ്സുകളിൽ മാത്രമാണ് ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? നമുക്ക് T2 by T1 is equal to P2 by P1 raised to gamma minus 1 by gamma. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ അപ്ലൈ ചെയ്യാം. T2 by T1 is equal to P2 by P1 raised to gamma minus 1 by gamma. അടുത്ത പ്രോസസ് ഐസോട്രോപിക് എക്സ്പാൻഷൻ ആണ്, പ്രോസസ് 3 to 4. അവിടെ നമുക്ക് ഈ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസ് അപ്ലൈ ആവുമല്ലോ. നിങ്ങൾ തെർമലിലൊക്കെ പഠിക്കണം. Therefore T3 by T4 is equal to P3 by P4 raised to gamma minus 1 by gamma. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച്, നമ്മുടെ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ പ്രകാരം രണ്ടാമത്തെ പ്രോസസ്, അതായത് 2 to 3 ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലേ. അപ്പം P2 എന്ന് പറയുന്നതും P3 എന്ന് പറയുന്നത് സെയിം. അതേപോലെ ലാസ്റ്റ് പ്രോസസ് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? P1 ഉം P4 ഉം അല്ലെ, P1 ഉം P4 ഉം എന്താണ്? സെയിം. അപ്പൊ P1 is equal to എന്ന് എഴുതാം P4.
ഇവിടെ നോക്കിയേ P2 തുല്യമാണ് P3, P1 തുല്യമാണ് P4 എന്ന് പറഞ്ഞാൽ ഈ ടേം രണ്ടും സെയിം ആണെന്നല്ലേ? ഇത് സെയിം ആണെങ്കിൽ ഇതും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കണ്ടീഷൻ പറയാം T2/T1 എന്തിന് ഈക്വൽ ആണ്? T3/T4 ഈക്വൽ ആണ്. ഒരു റീഅറേഞ്ച്മെന്റ് ഞാൻ ചെയ്യുന്നു. T3 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, T1 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ T2/T3 എന്തിന് ഈക്വൽ ആണ്? T1/T4. ഇനി നമ്മൾ ഈ COP ഇക്വേഷനിലേക്ക് വരിക. സോ COP is equal to T1 T4 into T1/T4 minus 1 divided by T3 into നോക്കിയേ ഇവിടെ T2/T3 ആണ്. ഇവിടെ നമ്മൾ T2/T3 ക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കി വെച്ചു. എന്താ? T1/T4. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. T1/T4 minus 1 minus T4 into T1/T4 minus 1. എന്താ ഇവിടെ കോമൺ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആര് കോമൺ ആണ്? T1/T4 minus 1 കോമൺ അല്ലേ? സോ വി ക്യാൻ എലിമിനേറ്റ് ഇറ്റ്. അപ്പൊ COP എങ്ങനെ വരും? COP is equal to T4/T3 minus T4. ഇവിടെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച്മെന്റ് ഞാൻ ചെയ്യുന്നു. COP is equal to 1/T3 minus T4/T4 എന്ന് എഴുതുന്നു. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ. T4 ഞാൻ എങ്ങനെ എഴുതിയിരുന്നു? 1/T3 minus T4/T4. ഇത് മേടിച്ചെല്ലുമ്പോൾ എന്ത് തന്നെ ആയിക്കോളും? T4 തന്നെ ആയിക്കോളും. Then ഈ T4 ഇതിനും ബാധകമല്ലേ? ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നു. COP is equal to 1/T3/T4 minus T4/T4 എത്രയാണ്? 1. Therefore COP is equal to എന്താ? T3/T4. T3/T4 എന്തിന് ഈക്വലാ? P3/P4 raised to gamma minus 1 by gamma. അതും എന്തിന് ഈക്വലാ? P2/P1 raised to gamma minus 1 by gamma അല്ലേ? അപ്പൊ T3/T4 ന് പകരം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? P2/P1 raised to gamma minus 1 by gamma minus 1. Okay, ഈ P2/P1 അല്ലേ നമ്മൾ വിളിക്കുന്ന പ്രഷർ റേഷ്യോ എന്ന്. Therefore the COP is equal to 1/RP. RP is pressure ratio. RP raised to gamma minus 1 by gamma minus 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? The COP of the reversed Joule cycle or Bell-Coleman cycle is COP is equal to 1/RP raised to gamma minus 1 by gamma minus 1. RP means pressure ratio. അത് P2/P1 ആകാം അല്ലെങ്കിൽ P3/P4 ആകാം. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? COP എന്തിന്റെ ടേംസിൽ കിട്ടി? പ്രഷർ റേഷ്യോയുടെ ടേംസിൽ കിട്ടി. അപ്പം കാർനോട്ട് സൈക്കിളിൽ നിന്ന് രണ്ട് പ്രോസസ്സുകൾ മാറി. ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ ഉണ്ടായിരുന്നു, അതേപോലെ ഐസോതെർമലായിട്ട് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്ന പ്രോസസ് ഉണ്ടായിരുന്നു. ഇത് മാറ്റിക്കൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷനും കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷനും ആക്കി മാറ്റി. ഏത് സൈക്കിളിൽ? നമ്മുടെ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ-കോൾമാൻ സൈക്കിൾ അല്ലെ? കാർനോട്ട് സൈക്കിളിൽ രണ്ട് പ്രോസസ്സുകളായിരുന്നു, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെ? ആ ഐസോതെർമൽ പ്രോസസ്സുകളെ റീപ്ലേസ് ചെയ്ത് ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷനും കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷനും വന്നു. അതുവഴി COP എന്ത് ചെയ്തു? നമ്മൾ വേറെ ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. എപ്പോഴും റിവേഴ്സ്ഡ് ജൂൾ സൈക്കിളിൽ ചെയ്യുമ്പോൾ COP കാർനോട്ട് COPയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡെറിവേഷനും ഇതിന്റെ വർക്കിങ്ങും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ.